ഹേ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തിരുവെഴുത്ത് ബൈബിൾ എഴുതാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ തിരുനാളിൻ്റെ ഭാഗമായിട്ട് തുമ്പ ഇടവകയിൽ ബൈബിൾ എഴുതാൻ വേണ്ടിയിട്ട് പോവാണ് ഗൈസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇടവകയിലെ പ്രായഭേദമന്യേ എല്ലാ ആൾക്കാരും ഇന്ന് കമ്മ്യൂണിറ്റി ഹാളിലും കുരിശടിയിലായിട്ട് ഒത്തുചേർന്നിട്ടുണ്ട്. ഈ ബൈബിള് എഴുതുന്നതിന് വേണ്ടിയിട്ട് ഇടവകയിൽ കുറേ മുന്നൊരുക്കങ്ങളുണ്ടായിരുന്നു. അപ്പം ഇന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് ബൈബിൾ എഴുതാൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം. എന്താണ് പറയാനുള്ളത് ബൈബിൾ എഴുത്തിനെ കുറിച്ച്? ഒന്നുമില്ല പറയാൻ. വളരെ ടഫായിട്ടുള്ള കാര്യമാണ്. സംഖ്യയുടെ പുസ്തകം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എഴുതാൻ വളരെ പാടാണ്, കേട്ടിട്ടില്ലാത്ത വാക്കുകളാണ്. എന്നാലും ഇടവകയുടെ അച്ഛൻ്റെ ആഗ്രഹപ്രകാരം ഇത് നമ്മൾ എഴുതുന്നു എന്നാണ്. തുമ്പ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു അനുഭവം തന്നെയാണ്. ബൈബിൾ തിരുവെഴുത്ത് 1 മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കുക, അത് വളരെ എന്താ പറയുന്നത്, ഒരു സ്വപ്നം പോലെ തന്നെയാണ്. എല്ലാവരും അതിൽ പങ്കെടുത്ത് എല്ലാവരും സമ്പൂർണ്ണ ബൈബിൾ എഴുതി നല്ലൊരു അനുഭവം തന്നെയാണ്.
നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിയതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? എന്താണ് അഭിപ്രായം? എഴുതാൻ കിട്ടുന്ന ഒരു സാഹചര്യം അനുഗ്രഹമാണ്. കാരണം ബൈബിള് വായിക്കാത്ത അനേക വ്യക്തികൾ ഈ തിരുവെഴുത്ത് മുഖാന്തരം ബൈബിള് വായിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ബൈബിൾ വായിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സെൻറ്റൻസ് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ പതിയും. അത് തീർച്ചയാണ്, പതിയാതിരിക്കില്ല. പിന്നെ ഈ കിട്ടുന്ന ഒരു അനുഗ്രഹം, നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കിട്ടുന്ന ഒരു അനുഗ്രഹം അത് എല്ലാവർക്കും കിട്ടാത്തൊരു അനുഗ്രഹമാണ്. അപ്പം അത് ഓൾറെഡി തിരുവെഴുത്ത് മുഖാന്തരം അനുഗ്രഹങ്ങളും തിരുവചനത്തെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുവാനും യേശുനാഥനോട് കൂടുതൽ നല്ല രീതിയിൽ ഒത്തൊരുമയുടെ അല്ലെങ്കിൽ യേശുനാഥനോട് അടുത്ത് ഇരിക്കാനും ഒരു വേദിയാകും. തുമ്പ ഇടവകയുടെ പ്രത്യേക മധ്യസ്ഥനായ വിശുദ്ധ യൂദാ തദ്ദേസിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് തുമ്പ ഇടവക ആധ്യാത്മികമായി ഒരുങ്ങുന്നതിൻ്റെ ഭാഗമായി തിരുവെഴുത്ത് 2025 എന്ന ഒരു സമ്പൂർണ്ണ ബൈബിൾ കൈയെഴുത്ത് പ്രതി ഇന്ന് ഇവിടെ സാധ്യമായിരിക്കുകയാണ്. തുമ്പ ഇടവകയും ചരിത്രത്തിൻ്റെ ഭാഗമായി തീരുകയാണ്. ഒരു മാസം നീണ്ടുനിന്ന മുന്നൊരുക്കമാണ് ഈ കൈയെഴുത്ത് പ്രതിക്കായി നീക്കിവെച്ചത്. ഓരോ കുടുംബത്തിൽ നിന്നും ഇതിന് താല്പര്യപ്പെട്ടു വന്ന അംഗങ്ങളെ ചേർത്തുകൊണ്ട് അവർക്ക് നിർദ്ദേശിക്കപ്പെട്ട വചനഭാഗങ്ങൾ നൽകുകയും അവർ വായിച്ചൊരുങ്ങി പ്രാർത്ഥിച്ചൊരുങ്ങി ഇതിനായി തയ്യാറെടുക്കുകയും ചെയ്തു. ഒക്ടോബർ മാസം 5-ാം തീയതി ഇതിനായി തയ്യാറെടുത്ത എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായ ആരാധന സംഘടിപ്പിക്കുകയുണ്ടായി. ഇതോടൊപ്പം തന്നെ വളരെ വിപുലമായ രീതിയിലാണ് ഈ വർഷത്തെ തിരുനാൾ കമ്മിറ്റി ഈ കയ്യെഴുത്ത് പ്രതിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ക്രമീകരിച്ചത്. ഏകവികാരി ആശീർവദിച്ച് നൽകിയ ഒരു പേനയാണ് ഇതിന് ഇതെഴുതുന്നവർക്ക് വേണ്ടി ഇടവക നൽകിയിട്ടുള്ളത്. ഈ സംരംഭം മഹാവിജയമാക്കിയ ഇതിൻ്റെ എല്ലാ പ്രവർത്തകരെയും നന്ദിയോടെ ഓർക്കുന്നു. ഇതിന് നേതൃത്വം നൽകിയ ഇടവക കോർഡിനേറ്ററെയും ഈ അവസരത്തിൽ പ്രത്യേകമായി ഓർക്കുകയും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ്. 333 അധ്യായങ്ങൾ, 856 പേർ പങ്കെടുക്കുന്ന 1 മണിക്കൂർ കൊണ്ട് എഴുതി തീർക്കുന്ന സമ്പൂർണ്ണമായ ബൈബിൾ ഇന്നിവിടെ ചരിത്രമായി തീരുകയാണ്. തുമ്പ ഇടവകയുടെ ആരാധ്യനായ വികാരി ബഹുമാനപ്പെട്ട ജോസ്മോൻ ബെഞ്ചമിൻ അച്ഛൻ്റെ നേതൃത്വത്തിൽ ഈ തിരുനാൾ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി മുന്നോട്ട് പോവുകയാണ്. 6 വയസ്സ് മുതൽ 83 വയസ്സ് വരെയുള്ള ഇടവകാംഗങ്ങളായ നിരവധി പേർ ഈ മഹാസംരംഭത്തിൻ്റെ ഭാഗമായി പങ്കെടുക്കുകയുണ്ടായി. ഒക്ടോബർ മാസം 12-ാം തീയതി രാവിലെ 11 മണി മുതൽ 12 മണി വരെ നീണ്ട ഈ യജ്ഞത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇടവകയുടെ പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ നമ്മൾ ബൈബിളൊക്കെ എഴുതി തിരിച്ചു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വളരെ ഒരു ആത്മീയത നിറഞ്ഞ ഒരു അനുഭവമായിരുന്നു ബൈബിൾ എഴുതുക എന്നുള്ളത്. ാണ് ഇടവക മുഴുവനും ഒരുമിച്ചിരുന്ന് ഒരു ബൈബിൾ എഴുതാൻ വേണ്ടിയിട്ട് തന്നെ പോയത്. ആദ്യമേ ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് തന്നെ ഏറ്റവും നല്ല കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. കുറേ സമയം 2-3 ദിവസം ഏകദേശം ഒരാഴ്ച അടുപ്പിച്ച് ഞങ്ങൾ എന്താണ് കുമ്പസാരവും പിന്നെ പ്രാർത്ഥനയും ആരാധനയും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച മുതൽ തുടങ്ങിയത്. അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടാണ് ഈ ബൈബിൾ ഇപ്പോൾ എഴുതി തരുന്നത്. ഇതിൻ്റെ ഇടയിൽ പ്രാക്ടീസും ഉണ്ടായിരുന്നു. ബൈബിൾ എഴുതി പ്രാക്ടീസ് ചെയ്ത് കാണാതെ പഠിച്ചു അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ബൈബിൾ ഇപ്പോൾ എഴുതിയത്. നല്ലൊരു അനുഭവം, എല്ലാവരും ഒരുമിച്ച് ചേർന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.